നിന്ന് കറങ്ങാതെ ഒന്ന് കൊത്തുമീനെ. ദേ 1 കിലോ മൈദ ഞാൻ കുഴച്ചോണ്ട് വന്നേക്കുന്നത്. പിടിക്കണേ, തമാശ കാണിക്കല്ലേ. പുല്ല് കൊതുവും കുത്തുന്നു. ഒന്ന് എളുപ്പ പിടിമീനെ. നിന്നെ പൊക്കി കരയിൽ കെട്ടിട്ട് വേണം എനിക്ക് വിവറേജിൽ പോവാൻ. രാവിലെ തന്നെ അവളെ തൂറി നാട്ടിക്കുവണ്ണ. നിങ്ങളെ പറ്റി കക്കൂസ് ഒന്നും ഇല്ല അണ്ണാ. ഇപ്പൊ പ്രധാനമന്ത്രി എല്ലാവർക്കും ശൗചാലയം കൊടുക്കുന്നുണ്ട്. വേണപ്പോ അപ്ലൈ വായി വേണ്ടേ കിട്ടുവണ്ണ. അവിടെ അവിടുന്ന് ഞാൻ ചൂണ്ടയിടുവാ, നീ കണ്ടില്ലേ? വേഗം കയറി കൊത്തിക്കണം, ഞാൻ എന്താ വരുന്നു. രാവിലെ നല്ല താങ്ങാ താങ്ങുന്നേ. ഞങ്ങളെ വീട്ടിൽ കക്കൂസൊക്കെ ഉണ്ടറാ. ഞാൻ 2-3 ബ്രാലിനെ പിടിച്ച് പൊരിക്കാൻ വിചാരിച്ചടാ. അണ്ണാ നല്ല മീനൊക്കെ ഇവിടെ മാർക്കറ്റിൽ കിട്ടൂല. അണ്ണാ അവിടെ പോയി മേടിച്ചൂടെ? മാർക്കറ്റില്ല. എടാ നിനക്കൊരു കാര്യം അറിയോ? എന്തുവാ? കണ്ട കപ്പൽ മൊത്തവും അറിയുന്നത് നമ്മളെ കടലില്ല. അതിലെ വിഷം മൊത്തവും കടലിൽ കലങ്ങി ഈ മീൻ മൊത്തം വിഷമാ. പോരെങ്കിൽ അവന്മാര് മരുന്നടിച്ചല്ലേ ഇരുന്നത്. ഇതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലേ. കണ്ട കക്കൂസിന്റെ മാലിന്യങ്ങൾ മൊത്തം ഒഴുകിയിരുന്ന വെള്ളത്തിന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അയ്യേ അണ്ണാ, അണ്ണാ മറ്റേ നമ്മളെ കൺട്രാവ് തിരക്ക്. ഏത് കൺട്രാവ്? നമ്മളെ ചെത്താളെ കാണാൻ്റെ പോകും സൂടൻ. സുഗുണനാ? അവന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട. അതെന്തുകൊണ്ടാ? എടാ അവൻ അന്നെങ്കിലേ എന്റെ ഭാര്യ എടുത്തേ ഇല്ലാത്ത അവാദം മൊത്തം പറഞ്ഞോണ്ടാക്കിടാ. അതെന്തുകൊണ്ടാ ഇല്ലാത്ത അവാദം? അവൻ ജോലിക്ക് വിളിക്കുമ്പോഴേ ഞാൻ ജോലിക്കല്ലത്തില്ലെന്ന്. ഇപ്പൊ നേരം വിളിച്ച തലവേദനയാടാ. ജോലിക്ക് പോകും ജോലിക്ക് പോകും ജോലിക്ക് പോകുന്നു പറഞ്ഞിരിക്കുക. അപ്പൊ ഉള്ള കാര്യമില്ലേ പറഞ്ഞു? അവന്റെ കൂടെ അവൻ ആരെങ്കിലും പണിക്ക് പോടാ. അതെന്തുകൊണ്ടാ? അവനെ കൃത്യം 8 മണിക്ക് സൈറ്റിൽ കയറണമെന്ന്. പിന്നെ എല്ലാ പണിക്കും 8 മണിക്കല്ലേ സൈറ്റിൽ കയറണ്ട. പോട്ട് സമ്മതിച്ച് 10 മണിക്കൊരു ചായ കുടിക്കണോ? അത് കുടിക്കണം. ചായ കുടിച്ചിട്ട് വരുമ്പോ ഉടനെ ചാന്ത കൂട്ട് ഇത്രയും ചാന്തന്നില്ല ഇവന് പുഴുങ്ങി തിന്നാലോ. അയാളടുത്ത പണിയല്ലേ അണ്ണാ. അപ്പൊ അങ്ങനല്ലേ പറയാൻ പറ്റൂ. അങ്ങനെ പറഞ്ഞു ഒക്കെ സംഭവിച്ചു. കൃത്യം 1 മണിയാകുമ്പോ വിശക്കൂടെ? അത് വിശക്കും. 10 വറ്റും തിന്ന് ഒന്ന് തലവായിക്കാന്ന് വിചാരിക്കുമ്പോ പലക വരക്കേട്. ഇത്രയും പലകയോടെ കിടക്കുന്നു. അതൊക്കെ മോശമാണ്. 4:30 നമ്മളെല്ലാം ഒതുക്കി പണിസാറിന്റെ ഒതുക്കി അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അവൻ അന്നേരം 5 രൂപ ഉണ്ടാക്കണം. എന്നിട്ട് തരുന്ന എത്ര? 1300 ഗുണമായും. എടാ ഒരു പുള്ളു വാങ്ങിക്കാൻ കഴിയൂ. ചുമ്മാ അല്ലണ്ണ ഈ ഫീൽഡിൽ ബംഗാളികൾ കിടന്ന് ഇറങ്ങുന്നു. ബംഗാളികൾ എന്ത് കളിക്കാം? നമ്മള് മലയാളികളല്ലോടാ. അത് ശരിയാ. ഇനി നിങ്ങളെല്ലാം നിസാർക്ക് ഇറക്കിയായിരുന്നു. ഏത് നിസാറ്? നമ്മളെ ഗൾഫിൽ പോയ നിസാർക്ക് ഇല്ലേ ദുബായില്? ദുബായ് നിസാറാ? ഓ അവൻ വന്നാ? ഇന്നലെ എന്നെ കണ്ടെണ്ണ. അവപ്പൊ ലീവിന് വന്നു കേട്ടോ. കുറച്ച് നാളല്ലേ ആയത്. ഞാൻ എന്നെ കണ്ടപ്പോ നിങ്ങളെ കാണുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് കൊണ്ടുചെല്ലണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു? എന്റെ ബ്രാല് പുല്ല്. എടാ അവൻ തിമിങ്കലം വേടാ, തിമിങ്കലം. അവൻ പോകുന്നതിന് അവൻ പൊക്കണം. നീ വണ്ടി എടു. വന്നിട്ട് 2 ദിവസം എടാ. എന്തെങ്കിലും മാറ്റി ചെയ്യണോടാ. പുതിയൊരു പ്ലാനിങ് ഇല്ല. അളിയാ എടുത്ത് തുടുത്ത്. നീ എന്ന് വന്ന്? 2 ദിവസം അവിടെ വന്നിട്ട്. നീ എന്ന് പോന്ന്? സ്ഥിരം പരിപാടിയാ. ഗൾഫുകാരെ കണ്ടുവന്ന എന്ന് പോണ് എന്ന് വന്നു. എന്തുവാടേ ഒന്ന് മാറ്റി പിടിച്ചോടേ. എന്തുകൊണ്ടല്ലയാ? ഓ ഇങ്ങനെ പോണ്ടേ. നീ എന്നെ തിരക്കെന്ന് പറഞ്ഞേ. നിന്നെ കൊണ്ടൊരു ആവശ്യം ഉണ്ടേ. വാടേ സാറേ. അടിപൊളി കേട്ടോ. നീ 24 മണിക്കൂറും ഈ കൂളിംഗ് ക്ലാസ്സിലാന്നോടെ. നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ഓ ഇവിടെയൊക്കെ എന്തൊരു ചൂടാടേ. പിന്നെ അതിന് ഗൾഫിൽ എന്റെ റൂമില് കംപ്ലീറ്റ് എ സിയാ. റൂമിൽ നിന്ന് അങ്ങോട്ട് പുറത്തിറങ്ങിയാലാ കാർ അങ്ങോട്ട് ഡോർ അങ്ങോട്ട് തുറന്നിട്ട് കാലങ്ങോട്ട് വെച്ച അതിലും എ സി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയാലാ ഓഫീസിലോട്ട് ചെന്നാ എ സിയോടെ എ സി. എല്ലായിടത്തും പിന്നെ ഗൾഫിൽ ഒട്ടകത്തെ വെച്ച് കിടന്നവനാ എ സിയുടെ കഥ പറയുന്നു. ഇതൊക്കെ തള്ളുകയൊക്കെ എങ്ങനെ പോലുള്ള ആളുകൾ തന്നെ കയറി ഇരിക്കുമല്ലോ. അറിയാൻ തിരക്കെന്ന് പറഞ്ഞത്? തിരക്കിയത് ഇടേ ഞാൻ ഗൾഫിൽ നിന്നൊരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് വിറ്റ് തരണം. കളിയാ അല്ല ബിസ്ക്കറ്റ് വല്ല ആണോ? എന്നാ പിന്നെ കുപ്പിയോ അല്ലെങ്കിൽ ദിനാറായിരിക്കും. പിന്നെ എന്തോന്ന്? മുരിങ്ങിക്കാടേ. മുരിങ്ങക്കേ? ഈ കുരുവിന്റെ ഇവിടെ കിട്ടത്തില്ലേ? ഗൾഫ് മുരിങ്ങിക്കാടേ. ഓ ഗൾഫ് മുരിങ്ങിക്ക. രാമണ്ണ നിങ്ങളഞ്ഞി വാണ. എന്തുവാടാ അണ്ണാ? പണ്ടേ ഒരു മന്ത്രി ഈത്തപ്പഴത്തിനകത്തെ ഈ സ്വർണം കടത്തിക്കൊണ്ടുവന്നാണൊക്കെ ചിലപ്പോൾ പുള്ളിക്കാരൻ മുരിങ്ങക്കകത്തെ സ്വർണം കടത്തിക്കൊണ്ട് വന്നായിരിക്കും. വിട്ട് കളയണ്ട. അത് നേരാ. സംഭവം എന്താ അറിയോ? ഒരു മുരിങ്ങക്കകത്ത് 12 കുരു അങ്ങോട്ടുണ്ട്. ഈ കുരുവിന്റെ സ്ഥലത്ത് സ്വർണം കെട്ടിയതായിരിക്കും. നമ്മൾ മിക്കവാറും ഏതെങ്കിലും വലിയ മാർവാടി കാണേണ്ടി വരും. എന്റെ കാര്യം കൂടെ ഒന്ന് പരിഹരിക്കണം. നീ സമാനപ്പെട്. ഞാൻ ആദ്യം അവന് മുരിങ്ങക്കഞ്ഞ് ഊരിയെടുക്കാൻ നോക്കട്ടെ. നിസാറേ
മൊത്തത്തിൽ എത്ര കിലോ വരും? അളിയാ കിലോ ഒന്നും അറിയാൻ പോയാ, മൊത്തത്തിൽ 2 പെട്ടി നിറച്ചുണ്ട്. 2 പെട്ടിയോ സാറേ? 2 പെട്ടി നിറച്ചില്ലേ? ആ, അങ്ങനാണെങ്കിലേ ചിലപ്പം നമ്മൾ വലിയ മാർവാടിയെ കാണേണ്ടി വരും. മാറവാടിയാ? എന്താത്തിന്? എടാ, ഈ മുരിങ്ങയ്ക്കകത്ത് സ്വർണം കെട്ടിയല്ലേ നീ കൊണ്ടുവന്നത്? സ്വർണ്ണമാ? പിന്നെ എടാ, നമ്മളെ നാട്ടിൽ പിടിക്കുന്ന കണക്ക് മുരിങ്ങയ്ക്കോടാ. ഇതാണോ നീ അവിടുന്ന് വലിയ കള്ളക്കടത്തായിട്ട് കൊണ്ടുവന്നത്? എടാ, ഗൾഫ് മുരിങ്ങയ്ക്കോടാ. ഗൾഫ് മുരിങ്ങയ്ക്ക്? ആ, ഇതിനു വേണ്ടി മുരിങ്ങയ്ക്ക് എവിടെ ഇരിക്കുന്നടാ? ഇവിടെ വാടേ, ഇവിടെ ഇരിടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറ. നമ്മളെ അറബിയുടെ വീട്ടില് ഭയങ്കരമായ ഒരു മുരിങ്ങ മരം ഉണ്ടായിരുന്നു. ഓ, ആ മുരിങ്ങ മരത്തില് ഇടയ്ക്കൊക്കെ ഞാൻ എടുത്തോണ്ട് പോയി കറി വെച്ച് കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഒരു ദിവസം അറബി എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്തിനിടെ നീ ഇങ്ങനെ ഇത് സ്ഥിരം കൊണ്ടുപോകണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളെയൊക്കെ നാട്ടില് ഒരു 18 വയസ്സുള്ളവരുടെ ഉത്തേജനം കിട്ടും, 90 വയസ്സുള്ളവരെ കഴിച്ചാലെന്ന് പറഞ്ഞു കൊടുത്തു. അറബിയുടെ വാപ്പ ഉണ്ടല്ലേ, ഇത് കേട്ടോണ്ടിരുന്നയാ. ഞാൻ ഇദ്ദേഹം പോയിട്ട് എന്താണെന്നറിയാം, ഇതെല്ലാം കൂടെ പുഴുങ്ങിയോ കട്ടിയതോ എങ്ങനെയൊക്കെ കഴിച്ചു. ഈ കളവൻ കഴിച്ചു. പിറ്റേന്ന് വയറിളക്കവും ചെറുതലും തൂറ്റലളിയാ, ആകപ്പാട് നാശമായി. ആണെങ്കിൽ ടെൻഷൻ അടിച്ചളിയാ ഒരു പരുവായി ഉരുകിപ്പോയി. എന്റെ പൊന്നെ, പിറ്റേന്ന് ഞാൻ വിചാരിച്ചു അയാൾ തട്ടിപ്പോന്ന് വിചാരിച്ചു. എന്റെ ഭാഗ്യത്തിന് എങ്ങനെയോ രക്ഷപ്പെട്ടളിയാ. ഞാൻ ആകെ അങ്ങ് തകർന്നു പോയളിയാ. ഇങ്ങാരെങ്ങാണം ഹോസ്പിറ്റലിൽ വെച്ച് തട്ടിപ്പോവുകയാണെങ്കിൽ എന്നെ ജയിലിലെങ്ങാണം കൊണ്ടുപോകുന്ന ജയിലിടിഞ്ഞ് വീണാൽ പോലും എനിക്ക് രക്ഷപ്പെടാൻ പറ്റും. ജയിലല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴളിയാ അറബി എന്നെ വിളിപ്പിച്ചു. നിന്റെ വിസയും പാസ്പോർട്ടും എല്ലാം ക്യാൻസൽ ചെയ്ത് നിന്നെ നാട്ടിൽ വിടുകയെന്ന് പറഞ്ഞു. ഈ കാടമാണം വേറൊരു പരിപാടിയും കൂടെ ചെയ്തു കളഞ്ഞു. ആ മുരിങ്ങ മരം ഉണ്ടല്ലേ, അതിന്റെ മരത്തിലെ മുരിങ്ങ എല്ലാം കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ട് 2 വലിയ പെട്ടിക്കകത്താക്കി എന്നെ അങ്ങ് കയറ്റിയെന്ന് ചെയ്തു. എൻ്റെ പൊന്നളിയാ, ഒരു ജഡ്ഡി പോലും ഇടാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നളിയെ ഏതെങ്കിലും ചന്തയിൽ കൊണ്ടുപോയി ഇതൊന്ന് വിറ്റാളി. മുരിങ്ങയ്ക്ക് കഴിക്കാനാ? നീ ഗൾഫിൽ നിന്നല്ലേ? 2 പെട്ടി നിറച്ചുണ്ടല്ലേ? നീ ഒരു കാര്യം ചെയ്യും, ഡെയിലി ഒരു 2 വെച്ച് പുഴുങ്ങി അങ്ങ് തിന്ന്, നല്ല പവർ കിട്ടും. അവന്റെ ഗൾഫിലെ മുരിങ്ങയ്ക്ക